ഇപ്പം അത്ര ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത്ര ഫെയർ ആയിട്ടുള്ള ഒരു വേൾഡിലല്ല നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സിനിമ, അറ്റ്ലീസ്റ്റ് വെൻ യു സ്റ്റാർട്ടഡ്, നമ്മളെ ഇൻസെക്യൂർ ആക്കുന്നത് ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷനിങ് ഉള്ള ഒരു സ്പേസും കൂടിയാണിത്. യു ആർ നോട്ട് എനഫ്, അല്ലെങ്കിൽ യു ഷുഡ് ബി, Yeah. യു ഹാവ് ടു ബി ലൈക്ക് ദിസ് ടു റീച്ച് ഹിയർ, Yeah, യു ഹാവ് ടു ഡു ദിസ് ടു റീച്ച് ഹിയർ എന്ന് പറയണം. അപ്പം ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എത്രത്തോളം ഇവോൾവ് ചെയ്തിട്ടുണ്ട് Oh, ത്രൂ ഔട്ട് ദ ഇയേഴ്സ്? see, എനിക്ക് തോന്നുന്നു എനിക്ക് സെൽഫ് ലവ് ഒക്കെ വളരെ ലേറ്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. കാരണം ഒന്നാമത് കുറേ യു ആർ എക്സ്പോസ് ടു ദിസ് ഹ്യൂജ് സ്പേസ് അറ്റ് എ വെരി യങ് ഏജ്. വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ, അതായത് ഞാൻ പറയുന്ന സിനിമയല്ല, അതിന് മുമ്പ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നൊരു വേറൊരു space ഉണ്ടല്ലോ. ലോകമാണ്. അതും ഇങ്ങനത്തെ ഒരു വലിയ ലോകമാണ്. അങ്ങോട്ടേ ഞാൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കുറേ സമയത്ത് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഒപ്പീനിയൻ, ജഡ്ജ്മെൻറ്റ്സ്, ഇതെല്ലാം വരുന്ന കണ്ടീഷനിങ് എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് കുറേ ഒരു പോയിന്റ് കഴിയുമ്പോഴാണല്ലോ നമ്മൾ നോ ഐ ഹാവ് നോ റൈറ്റ് ടു കം ആൻഡ് ടെൽ യു ദറ്റ് യു ആർ റോങ്. ഷിബ്ലയുടെ ശരി ഷിബ്ലയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെ ഷിബ്ലയുടെ ശരി ഷിബ്ലയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെയാണ് എൻ്റെ സെൽഫ് ലവിൻ്റെ, എനിക്ക് തോന്നുന്നു ദ സ്റ്റാർട്ടിങ് ഇസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എൻ്റെ ശരികൾ എൻ്റെത് മാത്രമാണ്. അത് പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാക്കാത്തതിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ശരി മനസ്സിലാക്കുന്നില്ല എന്നത് നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാനോ പരാതിപ്പെടാനോ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. യു കാൺ എക്സ്പെക്റ്റ് എവറി വൺ ടു ലൈക്ക് യു. നോ മാറ്റർ. ഐ വാസ് എ മേജർ പീപ്പിൾ പ്ലീസർ. ഭയങ്കര പീപ്പിൾ പ്ലീസറായിരുന്നു. കാരണം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, എല്ലാവർക്കും നമ്മൾ നല്ലത് ചെയ്യണം, എല്ലാവരോടും നന്നായി പെരുമാറണം. എല്ലാവരോടും നന്നായി പെരുമാറുന്നവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് ഇപ്പം എനിക്ക് എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് മനസ്സിലായില്ല. വേറെ ഒന്നുമല്ല, എല്ലാവരോടും ഇങ്ങനെ നമുക്ക് ഒരേപോലെ പെരുമാറാൻ പറ്റും. ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്വഭാവമുള്ള പല പല സാഹചര്യങ്ങളിലുള്ള പല പല പ്രശ്നങ്ങളിലും കൂടി പോകുന്ന ആൾക്കാരാണ് അവർ. ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മളൊരു 50 ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ട ഒരാഴ്ചയിൽ എന്ന് വിചാരിക്കുക. ഒരാഴ്ചയിൽ നമ്മൾ അത്രയും വലിയ സ്പേസിൽ 50 ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും 50 ആൾക്കാർ നമ്മളോട് ഒരേപോലെ ആയിരിക്കില്ല പെരുമാറുക. സോ നമുക്കൊരിക്കലും എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അത് മാത്രമല്ല, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കതിന് പറ്റില്ല. കാരണം അത് എൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ ഭയങ്കരമായി ബാധിക്കും. ഫോർ എക്സാമ്പിൾ, എന്നെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു, ലൈക്ക് ഇന്നിങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്, വരൂ. എനിക്ക് എനിക്ക് ആ ഫ്രണ്ടിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഐ വോണ്ട് ടു ഗോ. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ടയേർഡായിരിക്കും. ദിസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ എനിക്ക് പോകണ്ട, മെൻ്റലി ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. പക്ഷേ ജസ്റ്റ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ ഹാപ്പി ഐ ടേക്ക് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട് ആൻഡ് പോവും, ജസ്റ്റ് ടു പ്ലീസ് പീപ്പിൾ. പക്ഷെ അവിടെ എൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് കുറയുന്നത്. നമുക്ക് എപ്പോഴും പറയാൻ എളുപ്പമാണ് നോ പറയാൻ. നിങ്ങൾ നോ പറയണം. പറയാൻ എളുപ്പമാണ്, ഉപദേശിക്കാനും എളുപ്പമാണ്. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് നമുക്ക് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഐ തിങ്ക് പണ്ടൊക്കെ അല്ലേ ഷിബ്ല, ഇപ്പം ഞാൻ ഷിബ്ലയുടെ അടുത്ത് വന്നൊരു കാര്യം ചോദിക്കുകയാണ്, ഷിബ്ല എന്നോട് പറയും നോ അപ്പു ഐ കാൺ ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമാവും. പക്ഷെ ഇപ്പം ഇങ്ങനെ അറിയോ, ഇപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ ലൈഫിൽ എന്നോടോ അല്ലെ വേറൊരാളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ബൗണ്ടറി ഇടുന്ന ആൾക്കാരില്ല. ഇല്ല അതല്ല എനിക്ക് വേണ്ട, എനിക്കിതാണ് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. കാരണം ദേ സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദംസെൽസ്. അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അത് എളുപ്പമല്ല. അപ്പം നമ്മൾ ആ നോ, ഞാനും ഇപ്പം നോ പറയാൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു 99% ഞാൻ നോ പറയാറുണ്ട്. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ അത് പറഞ്ഞ് അപ്പുറത്തുള്ള ഒരാളോട് മനസ്സിലാക്കും. അല്ല, എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എനർജി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയും. ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ മീ. അത് പറഞ്ഞ് നമുക്ക് വാട്ട്, നമ്മളെപ്പോഴും നമ്മളെന്താ കണ്ടീഷൻ ചെയ്ത് പഠിപ്പിച്ചു വെച്ചിരുന്ന അറിയോ, നമ്മളൊരു നോ പറയുമ്പം അത് അപ്പുറത്തുള്ളവരെ ആളുമായിട്ടുള്ള ബന്ധം പോവും. അത് മാത്രമല്ല, നമുക്ക് ഒരു സാഹചര്യത്തിന് എപ്പോഴും നമ്മൾ ഒരാൾ നമ്മളെ അടുത്ത് പറഞ്ഞിട്ട്, ഇപ്പം ഷിബ്ല എന്നൊരു കാര്യത്തിന് വിളിക്കണു,
ഞാൻ പറയുന്നത് ഷിബില എനിക്ക് പറ്റില്ല ഷിബില എന്ന് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടും ഷിബിലയ്ക്ക് അത് മനസ്സിലാവുന്നില്ല, അത് എൻ്റെ പ്രശ്നമല്ല. യെസ് 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 പക്ഷെ നമ്മളത് പേഴ്സണലി ആണ് എടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. യെസ് പക്ഷെ ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അപ്പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം ആ വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. ആ ബന്ധം നഷ്ടപ്പെട്ടാൽ അതെ. പോലും അതൊരു അത് നഷ്ടമായിട്ട് കുഴപ്പമില്ല, നമ്മൾ ബിക്കോസ് യു സ്റ്റുഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. Yes. ഞാൻ എനിക്ക് വേണ്ടി നിന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി. ഇപ്പം നമ്മൾ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയും, നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാവും, നല്ല കാര്യങ്ങളും. അപ്പം ഒരു ഫ്രണ്ടിനും രണ്ട് ഫ്രണ്ട്സ് തമ്മിലൊരു ഹീറ്റഡ് കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ പലതും പറയും. പക്ഷെ ഭയങ്കര മോശമായിട്ട് പറയുന്നല്ല, പക്ഷെ ഒരു സാഹചര്യത്തിൻ്റെ ആ ഒരു 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 ഫ്രിക്ഷനിൽ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റാൾക്ക് ചിലപ്പോൾ ഹേർട്ടാവും. ചിലപ്പോൾ കുറച്ച് കാലം മിണ്ടാണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരാൾ പോയി സോറി പറയിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾ വന്ന് സോറി പറയിക്കും. പക്ഷെ ആ സോറി പറയുമ്പം അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഐ എം നോട്ട് സെയിങ് ഭയങ്കര ഹേർട്ടബിൾ ആയിട്ടുള്ള മനസ്സിലായിരിക്കും. കാര്യമല്ല, പക്ഷെ സോറി പറഞ്ഞിട്ട് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇറ്റ്സ് നോട്ട് വർത്ത്. യെസ് നമ്മൾ എല്ലാ ഹ്യൂമൻസും വി മേക്ക് മിസ്റ്റേക്സ്. അപ്പം മിസ്റ്റേക്ക് ആണെങ്കിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അപ്പുറത്തെ ആൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കില്ലെങ്കിൽ അത് നമ്മളെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന, നമ്മളെ സമാധാനത്തിന് ബാധിക്കുന്ന കാര്യമാണെങ്കിൽ വിട്ടുകളയുക. സോ സെൽഫ് ലവ് എന്ന് പറയുമ്പം ഐ തിങ്ക് എൻ്റെ സെൽഫ് ലവ് ഇസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ മൈ സെൽഫ് ഓക്കെ ആൻഡ് ഡൂയിങ് തിങ്സ് ഐ ലൈക്ക് ലൈക്ക് ആൻഡ് നോട്ട് ബീങ് എ പീപ്പിൾ പ്ലീസർ. അപ്പം തന്നെ കുറേ സമാധാനം സന്തോഷവും നമുക്ക് തന്നെ തോന്നും, ഓ അടിപൊളി.